ഐക്യം എപ്പോഴും നല്ലതാണ്. പക്ഷേ ഐക്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണമെന്നും സാമൂഹിക മുന്നേറ്റം അതിലൂടെ സാധ്യമാക്കണമെന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NSSൻ്റെ സുകുമാരൻ നായരും അതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഐക്യം സാധ്യമാകുമോ? NSSനും SNDPക്കും ഒരുമിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ഒരു തവണ കൈകോർക്കുകയും പിന്നീട് പിണങ്ങിപ്പോവുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തവണ കാര്യമായി എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം NSSുമായി ഐക്യമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾക്ക് മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചു എന്ന് പറയുകയും ചെയ്തു. തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ എവിടെയാണ്, ഏത് പാർട്ടിക്കൊപ്പമാണ്, ഏത് മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്കറിയുകയും ചെയ്യാം. ദാവൂദ് സാഹിബ്, ഈ ഐക്യം എന്ന് പറയുന്നത് NSSും SNDPയും തമ്മിലുള്ള ഐക്യം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സാധ്യമാണോ? അവരുടെ ലക്ഷ്യം എന്താണ്? NSS SNDPയും തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ നായർ ഈഴവ ഐക്യം എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ പല സന്ദർഭങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. 50കളിൽ ഈ മന്നം ശങ്കർ ഐക്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരാശയം അന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹിന്ദു മഹാമണ്ഡലമൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് ആർ ശങ്കർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹം തോൽക്കുന്നതാണ് കാണുന്നത്. കൊല്ലത്ത് അദ്ദേഹം തോൽക്കുന്നുണ്ട്, കൊട്ടാരക്കരയിൽ തോൽക്കുന്നുണ്ട്. ആരാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശങ്കർ ആദ്യമായിട്ട് ജയിക്കുന്നത് കണ്ണൂരിൽ വെച്ചാണ്. 1960 മുസ്ലിം ലീഗുകാരാണ് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് വിളിക്കുന്നതും മുസ്ലിം വോട്ട് വലിയ തോതിലുള്ള കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹം ജയിക്കുന്നു, വീണ്ടും മുഖ്യമന്ത്രിയൊക്കെ ആകുന്നത്. എഗൻ വീണ്ടും മത്സരിച്ച് ആറ്റിങ്ങലിലും കഴക്കൂട്ടത്തും മറ്റും തെക്കൻ കേരളത്തിൽ തന്നെ മത്സരിച്ച് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ശങ്കർ ഈ ഐക്യം ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ട മണ്ഡലങ്ങളിൽ, പ്രകടമാകേണ്ട ഏരിയകളിൽ തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഫലത്തിൽ NSSോ SNDPയോ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള നിലയ്ക്ക് ഈ ഐക്യത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഓൺ ദ ഗ്രൗണ്ട് അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഹിന്ദു മഹാമണ്ഡലം എന്നുള്ളതൊരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു. പിന്നെ പല രീതിയിൽ സാമുദായികമായ സമ്മർദ്ദ രാഷ്ട്രീയം ഇവർ രണ്ടു കൂട്ടരും പയറ്റുന്നുണ്ട്. സാമുദായികമായ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുക എന്നുള്ളതൊരു മോശം കാര്യം എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. അതാത് സമുദായങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ, അവരുടെ റെപ്രസെൻറ്റേഷൻ അത് നേടിയെടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള സാമുദായിക സംഘടനകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്. എഗൻ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെടുന്നു. അതെന്തോ ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ സാമുദായിക സംഘടനകൾ ഉണ്ടായിരുന്നു. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് സമുദായ നേതൃത്വം, സമുദായ പാർട്ടികൾ, ഞങ്ങൾക്ക് സമുദായ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ വലിയ ഗീർവാണ് അടിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് സമുദായ സംഘടനകൾ ഉണ്ടായിരുന്നു. നമുക്ക് NSS ഉണ്ടായിരുന്നു, SNDP ഉണ്ടായിരുന്നു, സാധുജന സഖ്യം ഉണ്ടായിരുന്നു, സാധുജന പരിപാലന സംഘം ഉണ്ടായിരുന്നു, കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിരുന്നു, മുസ്ലിം ഐക്യ സംഘം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുകയും സമൂഹത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ പങ്കുവഹിക്കുകയും ചെയ്ത വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന സമുദായ സംഘടനകളെല്ലാം. അതുകൊണ്ട് അതെന്തോ ഒരു കുറഞ്ഞ ഏർപ്പാടാണ്, താഴ്ന്ന പരിപാടിയാണ്. രാഷ്ട്രീയക്കാർ അവരുമായിട്ട് സംസാരിക്കരുത്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ വിലപേശൽ നടത്തരുത് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ദേ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ ഒരു സൊസൈറ്റൽ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂ റെസ്പെക്റ്റ് അവർക്ക് നിശ്ചയമായിട്ടും കൊടുക്കണം. ചരിത്രപരമായ പങ്ക് അവർക്കുണ്ട്, അത് നമ്മൾ മറക്കരുത്. അപ്പോൾ അത് പല സമയങ്ങളിൽ അത് പല സ്വഭാവത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 70കളിൽ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടി സംഘങ്ങളും NSSും SNDPയും സ്വന്തമായ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നുണ്ട്. 74-75 കാലഘട്ടങ്ങളിലാണ് NSSൻ്റെ പാർട്ടിയായിട്ട് NDP വരുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട്, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് NSSൻ്റെ പാർട്ടി വരുന്നു. തൊട്ടടുത്ത വർഷം SNDPയുടെ പാർട്ടി വരുന്നു, SRP, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി. അടിപൊളി പേരൊക്കെയാണ്, പക്ഷേ ബേസിക്കലി അത് SNDPയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ NDPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു അറിയോ? സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം. അതിനാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയത്. ഈ SRPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു? സാമ്പത്തിക സംവരണം നടപ്പിലാക്കരുത്, സാമൂഹിക നീതി, ജാതി സംവരണം.
ജാതി സംവരണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജാതി സംവരണത്തിലൂടെ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം, ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം, ഇങ്ങനെ 2 പാർട്ടികൾ വിവരിക്കുകയാണ്. എന്നിട്ട് ഈ 2 പാർട്ടികൾ എവിടെ, ഏത് മുന്നണിയിലെന്നറിയോ? UDF. ഒന്നാലോചിച്ചു, പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെ 2 പാർട്ടികൾ ഉപയോഗിക്കുന്നു. ആ 2 പാർട്ടിയും ഒരേ മുന്നണിയുടെ ഭാഗമാകുന്നു. കരുണാകരൻ്റെ ആ എന്താ പറയുക, പൊളിറ്റിക്കൽ ക്രാഫ്റ്റാണ് അതിലേക്ക് അത് സാധ്യമാക്കുന്നത്. 2 പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, MLA മാരുണ്ടാകുന്നുണ്ട്, മന്ത്രിമാരുണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു 80കൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ദുർബലമായി പിന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഈ നിലക്കുള്ള പല പരീക്ഷണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം കൊണ്ടുവരുന്നത്. അത് കുറച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ പിന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപവാക്കുകൾ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഈ 70കളിലെ NDP SRP അതേക്കാൾ മികച്ച തമാശയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ NSS NDP ഐക്യം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇതേ ആൾ കുറച്ച് മുമ്പ് പറഞ്ഞു നായർ നമ്പൂതിരി ഐക്യം. അത് വിട്ട് പിന്നെ നായർ നസ്രാണി ഐക്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നായർ നസ്രാണി ഐക്യമാണ് ലക്ഷ്യമെങ്കിൽ NSS SNDP സഹകരിച്ചാൽ പോരല്ലോ, വേറെയും ആളുകൾ വേണമല്ലോ. ഇനി നായർ മുതൽ നായാടി വരെയുള്ള ഐക്യമാണെങ്കിൽ അതിനും ഇവർ 2 പേരും പോരാ, അതിനും വേറെ ആളുകൾ വേണം. ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും NSS നേതാവ് സുകുമാരൻ നായരും പത്രസമ്മേളനം തുടർച്ചയായ 2 ദിവസങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ട് VD സതീശൻ എന്ന് പറയുന്ന ആളെ ചീത്ത പറയാം. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിലാണ് ഐക്യം. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു പബ്ലിക് മൈൻഡിൽ VD സതീശൻ്റെ വാല്യൂ ഉയരുകയാണ് ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സൈക്കയാണ്. എന്ന് വെച്ചാൽ ഈ നിലക്ക് സാമുദായിക സംഘടനകൾ വളരെ എന്താ പറയുക, ഒരു പരിധിയിൽ കവിഞ്ഞ സ്വഭാവത്തിൽ ഇടപെടുകയും അവർ ഈ നിലക്കുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിന് വിധേയപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങേർക്കാണ് സ്വീകാര്യത ലഭിക്കുക. അപ്പോൾ സമുദായ സംഘടനകൾ VD സതീശനെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കുക, ഈ പറയുന്ന ഇടത് ഹാൻഡിലുകൾ, ഇടത് മാധ്യമങ്ങൾ, ഇടതുപക്ഷ നേതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവത്തിൽ സംസാരിക്കുക എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. കേരള രാഷ്ട്രീയത്തിൽ ഒരു ശീർഷാസന കാഴ്ച എന്ന് പറയില്ലേ, തലകുത്തി നിൽക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. സമുദായ സംഘടനകളുടെ ഐക്യം, സാമുദായികമായ വൈര്യം പടർന്ന ആളുകളുമായിട്ടുള്ള സാഹോദര്യം, അവരുമായുള്ള ഐക്യദാർഢ്യം, അവരെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഈ ജാതി പരിപാടികളൊക്കെ ആരാണ് നടക്കുന്നത്? ഇടതുപക്ഷം, ഗോവിന്ദൻ മാഷും സംഘമാണ് അതിൻ്റെ ആളുകളായി നിൽക്കുന്നത്. ഇപ്പുറത്ത് VD സതീശൻ ഇതിനോട് എതിരിട്ട് നിൽക്കുന്ന ഒരു പ്രതീകം എന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. ഞാൻ പറയുന്നു, ഈ മത ജാതി ഭേദമന്യേ കേരളത്തിൽ സെക്യുലറായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ സതീശന് സ്വീകാര്യത വന്ന ഒരു വീക്കാണ് കഴിഞ്ഞു പോയത്. അതിന് കാരണം ഇതാണ്. അപ്പോൾ ഇതിൽ SNDP NSS ഐക്യം എന്ന് പറയുന്ന സംഗതി അതിൻ്റെ അംബാസഡറായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? തുഷാറിനെ. ഈ തുഷാർ എന്ന് പറയുന്ന ആൾ ആരാണ്? BDJSൻ്റെ നേതാവും NDAയുടെ കൺവീനറാണ്. ഇതിൽ ആഹ്ലാദം കൊള്ളുന്നവരാരാണ്? CPM. തലൈവ എന്നൊക്കെ പറഞ്ഞിട്ട് CPM ഹാൻഡിലുകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പടം വെച്ചിട്ട് പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 70കളിൽ അതിനേക്കാൾ തമാശ നിറഞ്ഞൊരു സംഭവമാണിത്. NSS SNDP ഐക്യം എന്ന് വെള്ളാപ്പള്ളി പറയുക, അതിന് അംബാസഡറായിട്ട് NDAയുടെ കൺവീനറായിട്ടുള്ള സ്വന്തം മകനെ നിശ്ചയിക്കുക, അതിനെ പുകഴ്ത്തുന്ന തരത്തിൽ CPM ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചാരം കൊടുക്കുക. വിചിത്രമായുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോണത്, എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ തുഷാർ വെള്ളാപ്പള്ളി അവിടെ പോയിട്ട് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ ഐക്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഐക്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പ്രാഥമികമായി SNDP സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാലത്തേക്കുമുള്ള അവരുടെ മുദ്രാവാക്യം സാമൂഹ്യനീതി എന്നുള്ളതാണ്. സാമൂഹ്യനീതി സാധ്യമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവൈസ് എന്ന് പറയുന്നത് ജാതി സംവരണമാണ്. അതുമായിട്ട് പെരുന്നയിൽ പോകാൻ പറ്റില്ല. പെരുന്നയിലിരിക്കുന്ന ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്താണ്? സാമ്പത്തിക സംവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് SNDP ഇത് ഉപേക്ഷിച്ചു. അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ പറയുന്ന ജാതി സംവരണം എന്ന് പറയുന്ന തങ്ങളുടെ ചരിത്രപരമായ പൊളിറ്റിക്കൽ ഡിമാൻഡ് ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം. അത് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈഴവ സമൂഹം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊരു പ്രശ്നമുണ്ട്.
അപ്പോൾ ഈ ആന്തര വൈരുദ്ധ്യം അതിനകത്ത് കിടക്കും. ഇനി ഈ ഐക്യം ഉണ്ടാക്കിയിട്ട് ഒരു ഇലക്ഷന് മുമ്പ് ഇത് ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇതിന് പ്രസക്തി. ഈ ഇലക്ഷനിൽ ഈ ഐക്യം അവരെടുക്കുന്ന പൊസിഷൻ എന്താണ്? അത് തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുക, NDAക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണോ? അതിനോടുള്ള CPM സമീപനം എന്തായിരിക്കും? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു നിലപാടിനോട് സുകുമാരൻ നായരുടെ സമീപനം എന്തായിരിക്കും? ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു പാർട്ടിയുണ്ട്, BDJS എന്ന് പറഞ്ഞിട്ട്. BJPക്കാർ അതിനെ BD പാർട്ടി എന്നാണ് വിളിക്കുക. ഇപ്പം ഈ 40 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി. അതിനെതിരൊക്കെ വലിയ പരിഹാസമാണ് ഈ പറയുന്ന റൈറ്റ് വിങ് ഹാൻഡിലുകൾ ഇതിനെതിരെ വരുന്നത്. അപ്പോൾ BD പാർട്ടിക്ക് 40 സീറ്റോ എന്ന് ചോദിച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളിയും അച്ഛൻ വെള്ളാപ്പള്ളിയും നടേശനും പറയുന്നൊരു കാര്യമുണ്ട്. പല സന്ദർഭങ്ങളായിട്ട് പറഞ്ഞു, BDJSന് പലപ്പോഴും BJPക്കാരായ ആളുകൾ പോലും വോട്ട് ചെയ്യുന്നില്ല. അവർ BDJS ആണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുത്തുകയാണ്. ഈ നിലക്ക് ഗ്രൗണ്ടിൽ ഏതെങ്കിലും നിലക്ക് ചലനം സൃഷ്ടിച്ചിട്ടില്ലാത്ത, ഘടനയിൽ തന്നെ പലതരം വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തെക്കുറിച്ചാണ് ഈ NSS-SNDP ഐക്യം അല്ലെ നായർ ഈഴവ ഐക്യം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിൽ അത് CPMന് ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമായിരിക്കും. കാരണം CPM അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് മാത്രമല്ല, അതിൻ്റെ USP എന്താണ്? അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ അല്ല CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രതിച്ഛായ എന്ന് പറയുന്ന കാര്യം, വളരെ വഷളായിട്ടുള്ള സാമുദായിക രാഷ്ട്രീയം കളിക്കുന്ന ഒരു സംഘമാണിത് എന്ന ഒരു നിലയിലേക്ക് അവർ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകളുടെ ഐക്യം വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നസ്രാണികൾ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ് കേരളത്തിൽ ജീവിക്കുന്നതാണ്. കേരളത്തിൽ 9.5 വർഷമായി പിണറായി വിജയനാണ് ഭരിക്കുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ നസ്രാണികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് ആരാ പറയുന്നത്? ഇതേ സർക്കാരിൻ്റെ തന്നെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരാൾ പറയുകയാണ്. ഇതിൽ അങ്ങനെയാണ് നസ്രാണികൾ ഇങ്ങനെ മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? ഈ സർക്കാരാണ്. അവരുടെ ഭയം മാറ്റേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ് കേട്ടോ, മുസ്ലിങ്ങൾ നിങ്ങളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങളുള്ള പാവന്മാർ, നന്ദിശ്ശേരി അങ്ങനെ പറയാം, ഞങ്ങളുള്ള പാവന്മാരൊന്നും ചെയ്യില്ല എന്നെങ്കിലും ഗോവിന്ദ മാഷും പിണറായി വിജയനും പറയണ്ടേ? ഇയാൾ ആവർത്തിച്ച് പറയുകയാണ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം ഉണ്ടല്ലോ, മുസ്ലിങ്ങളിൽ അതുണ്ടാക്കുന്ന വികാരം എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ, അയാൾ ഇപ്പോഴും നമ്മുടെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ്. അയാളെക്കുറിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അതിനെതിർത്തുകൊണ്ട് ഒരു വാക്കുരിയാടുവാൻ, ഒരു വാക്ക് പറയുവാൻ CPM നേതൃത്വമോ മുഖ്യമന്ത്രിയോ സന്നദ്ധമാകുന്നില്ലെന്ന് മാത്രമല്ല, അയാളെ എപ്പോഴും പുകഴ്ത്ത് പാട്ടുകൾ കൊണ്ട് സംരക്ഷിച്ച് നിർത്തുകയും അയാളെ കാറിൽ കയറ്റുകയും അയാളെ നവോത്ഥാന സമിതിയുടെ കൺവീനർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും അവരുടേതായ പലതരം താല്പര്യങ്ങളുണ്ടാകാം, ശരിയായതോ തെറ്റായതോ ഉണ്ടാകാം. പക്ഷെ ഇതിലെ ഫൈനൽ ലൂസർ ആരാന്ന് ചോദിച്ചാൽ അത് CPM ആണ്, LDF ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഇതിപ്പോൾ ഈ അടിസ്ഥാനപരമായി പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ തന്നെ രണ്ട് സംഘടനയും വിഭിന്നമാണ്, രണ്ട് ധ്രുവത്തിലാണ്. ഇപ്പോൾ ജാതി സംവരണമാണെങ്കിലും സാമ്പത്തിക സംവരണമാണെങ്കിലും. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, സമ്മർദ്ദ ശക്തി ആവണം. അപ്പോൾ അതൊരു വലിയ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ആരാകണം മുഖ്യമന്ത്രി, ഏത് മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളോടുള്ള സമീപനം, മുസ്ലിം ലീഗിനോടുള്ള സമീപനം, ആ ദൂരം, ഇതൊക്കെ അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രം ഒരു ഐക്യപ്പെടൽ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. അല്ല, ഈ NSS-SNDP ഐക്യം എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ അകത്തുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് അത് അല്പായുസായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ NSS-SNDP എന്നുള്ള ഒറ്റ വാക്കിൽ പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് സംഘടനകളാണ്. നമുക്കറിയാമല്ലോ, SNDPയുടേതുപോലെ ഒരു ദാർശനിക ധാരയോ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയോ NSS-നില്ല. ഇപ്പോൾ NSS കേവലമായൊരു സാമുദായിക സംഘടനയാണ്, SNDP അങ്ങനെ ആയിരുന്നില്ല. SNDP ഒരു നവോത്ഥാന പ്രസ്ഥാനം തന്നെയായിരുന്നു. ഇപ്പോൾ കേരള രൂപീകരണത്തിന് ശേഷം ഈ രണ്ട് പാർട്ടികളിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ NSS വളരെ പെട്ടെന്ന് തന്നെ നവോത്ഥാന പാരമ്പര്യം കൈവഴിച്ചു. ഇപ്പോൾ നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞതുപോലെ ഈ മന്നാൻ ശങ്ക എന്ന പേരിൽ ബഷീർ ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്, മന്നം ശങ്കർ ഐക്യത്തെക്കുറിച്ച്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ശരിക്കും. അപ്പോൾ ഈ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും തമ്മിലുള്ള റൈവലറി എന്ന് വെച്ചാൽ ഈ കേരള രൂപീകരണത്തിന് ശേഷമാണ്
ആർ ശങ്കറെ പറ്റിയും അതുപോലെ ഈഴവ സമുദായത്തെക്കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അന്നത്തെ പ്രസംഗിച്ചിട്ടുള്ളത്. അത് ചരിത്രരേഖകളിലുള്ള കാര്യമാണ്. അതായത് കേരള രൂപീകരണത്തിന് ശേഷം NSS അതിൻ്റെ ഒരു നവോത്ഥാന രൂപം. മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലും വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ NSS പങ്കാളിയായിരുന്നെങ്കിൽ കേരള രൂപീകരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് റിഗ്രസീവ് ആവുന്നതാണ് കാണുന്നത്. വിമോചന സമരത്തിൽ പങ്കെടുക്കുന്നു, ഈഴവർക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നൊരു പാർട്ടിയായത് മാറി. പക്ഷേ SNDP അപ്പോഴും അതിൻ്റെ ഒരു മൂല്യം കാത്തു സൂക്ഷിച്ചിരുന്നു. എവിടെ വരെയെന്നറിയോ? വെള്ളാപ്പള്ളി സെക്രട്ടറി ആവുന്നവരെ. വെള്ളാപ്പള്ളി സെക്രട്ടറി ആയതിനു ശേഷമാണ്. അപ്പോൾ NSS അതിൻ്റെ തുടക്കകാലം മുതൽ മന്നത്ത് പത്മനാഭനെ കാണാൻ ഗുരുജി ഗോൾവാർക്കർ വന്നിട്ടുണ്ട് അസുഖബാധിതനായി കിടക്കുമ്പോൾ. അവർ തമ്മിൽ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ NSSന് ഒരു ഹിന്ദുത്വ ലൈൻ അന്നേ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. SNDPക്ക് അതുണ്ടായിരുന്നില്ല. SNDPക്ക് ലൈൻ വരുന്നത് വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാപനങ്ങൾ CBI റെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു RSS അടുപ്പം SNDPക്ക് വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ BDJS വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു മാറ്റവും കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ നായാടി മുതൽ നസ്രാണി വരെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ കോയിനേജാണ്. NSS അത് പറയുന്നില്ല, സുകുമാരൻ നായർ പറയുന്നില്ല. അതുപോലെ തന്നെ സുകുമാരൻ നായർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഐക്യത്തിൽ NSSൻ്റെ കോർ വാല്യൂ ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അടിസ്ഥാന മൂല്യം എന്ന് NSS പറയുന്നത് അവരുടെ ഈ പറയുന്ന സമദൂര സിദ്ധാന്തമാണ്. അതായത് ഈ ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് അലൈൻ ചെയ്യാൻ NSS തയ്യാറില്ല എന്നാണ് പറയാതെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി പറയാത്തത് സുകുമാരൻ നായർ പൂരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ കുറേ അധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം സംവരണമാണ്. സംവരണ വിഷയം SNDP കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല, സുകുമാരൻ നായർ പറയുകയാണ്. അതായത് മുന്നാക്ക സംവരണത്തോടുള്ള EWS സംവരണത്തോടുള്ള SNDPയുടെ എതിർപ്പ് ഇപ്പോൾ ഇല്ല എന്ന് സുകുമാരൻ നായർ പറയുന്നു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ കീ ഡിഫറൻസിലൊന്ന് ഇല്ലാതായിരിക്കുന്നു. സാധാരണ രീതിയിൽ ഇതിനു മുമ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒരു ഐക്യശ്രമം ഉണ്ടായിരുന്നു. ആ ഐക്യശ്രമം പരാജയപ്പെട്ടത് അതിന് മുമ്പ് 70കളിലെ ഐക്യശ്രമം. 70കളിൽ 2 പാർട്ടികൾ ഒരു മുന്നണിയിലായിരുന്ന സമയമുണ്ട്. പിന്നെ ഈ മന്നത്ത് പത്മനാഭൻ്റെ ആർ ശങ്കറിൻ്റെ കാലത്തുണ്ട്. ഇവിടെയെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് സംവരണം. രണ്ടാമത് വരുന്നത് ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്നത് ഈഴവർ തന്നെയാണ്. പക്ഷേ ദേവസ്വം ബോർഡിൽ ഒരിക്കലും അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാറില്ല. അതൊരു വസ്തുതയാണ്. 2014 ഏറ്റവും ഒടുവിലത്തെ ഐക്യശ്രമത്തിലും സംഭവിച്ചത് തന്നെയാണ്. ദേവസ്വം ബോർഡിലെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ് ഇതിലെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സംവരണം SNDPക്ക് പ്രശ്നമല്ല. അത് വെള്ളാപ്പള്ളി ഇപ്പോൾ അത് സംവരണ പ്രശ്നം ഉന്നയിക്കാറില്ല. ഇപ്പോൾ മുന്നാക്ക സംവരണം പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയപ്പോൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെ അതിനോട് പ്രതികരിച്ചിരുന്നു. എങ്കിൽ പോലും ആ പ്രതികരണത്തിൽ അദ്ദേഹം പിന്നോട്ട് പോയി. ആ പിന്നോട്ട് പോകാൻ പലതരം കാരണങ്ങളുണ്ട്. ഒന്ന് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ വിഷയങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുമ്പിലുള്ളത്, ഇവർക്ക് ഈ 2 സമുദായ സംഘടന തമ്മിലുള്ള കീ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിലെ നിയമനങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ആ നിയമനങ്ങളിലെ പോലും തർക്കങ്ങൾ കുറേ കൂടി ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 1ാം പിണറായി വിജയൻ സർക്കാർ കീഴ്ജാതിക്കാരായ ആളുകൾക്ക് കൂടി നിയമനം കൊണ്ടുവന്നത് ഒന്നുകൂടി അത്തരം തർക്കങ്ങൾ കുറേ കൂടി ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ ഐക്യത്തിനുള്ള ഏറ്റവും നല്ല അവസരം തന്നെയാണ് അർത്ഥത്തിൽ. 2 സമുദായ സംഘടനകൾ അവർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഐക്യപ്പെടാനുള്ളൊരു നല്ല സമയമാണ്. പക്ഷെ അവിടെ ഈ ഐക്യം ആർക്കെതിരെ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന്, VD സതീശനെതിരായ ഐക്യമാണോ? VD സതീശനെതിരായ ഐക്യമാണോ എന്ന് നമുക്ക് സംശയിക്കാനുള്ളൊരു കാരണം, G സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഒരു കോൾ വന്നിരുന്നു. വിളിച്ചത് വാസവനാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു തിയേട്രിക്സ് ആണ് ഈ നടക്കുന്നത്. സതീശനെതിരായ 2 സമുദായ സംഘടനകൾ ഒന്നിപ്പിക്കുന്ന LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു തിയേട്രിക്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് വേണ്ടി ന്യായമായി സംശയിക്കാം. അങ്ങനെയാണെങ്കിലും അപ്പോഴും സുകുമാരൻ നായർ പറയുന്നത് ഞങ്ങളുടെ കോർ വാല്യൂ വിട്ട് കളിക്കില്ല, ആർക്കെങ്കിലും എതിരെയല്ല ഞങ്ങളുടെ ഐക്യം, സമുദായ ഐക്യമാണ് എന്ന് സുകുമാരൻ നായർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDF 2 പ്രധാനപ്പെട്ട സമുദായങ്ങളിലെ ഫോക്കസ് ചെയ്താണ് അവരുടെ ശക്തി തെളിയിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി, മറ്റൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പ് ഈ മന്നം ശങ്കർ ഐക്യകാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു. അന്നത്തെ പ്രശ്നം UDF എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ മുന്നണിയാണ് എന്ന ആക്ഷേപമായിരുന്നു NSSനും SNDPക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രൈസ്തവരോടാണ് അതിന് കൂടുതൽ ആഭിമുഖ്യം. ക്രൈസ്തവർക്കെതിരായിട്ടുള്ളൊരു ഐക്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ഐക്യം ആർക്കെതിരെയാണ്? വെള്ളാപ്പള്ളി പറയുന്നത് ഇത് നായാടി മുതൽ നസ്രാണി വരെ മുസ്ലിങ്ങൾക്കെതിരെ. എന്നുവെച്ചാൽ അന്നുണ്ടായിരുന്ന അതേ ഒരു കമ്മ്യൂണൽ ലൈനിൽ തന്നെയാണ് ഈ ഐക്യ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്ന് ക്രൈസ്തവർക്കെതിരാണെങ്കിൽ ഇന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് മാത്രമേ അത് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും UDF ചകിതരാകും. ഇപ്പോൾ സതീശൻ ഈ 2 സമുദായ സംഘടനകൾ തന്നെ എതിർക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് സതീശൻ. ശരിക്കും സതീശൻ അത് നല്ലതാണ്, പൊളിറ്റിക്കലി നല്ലതാണ്. വേറെ അർത്ഥത്തിൽ സെക്യുലർ വോട്ടുകൾ അദ്ദേഹത്തിന്, സെക്യുലർ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. പക്ഷേ ഒരു മുന്നണി എന്ന നിലയിൽ, ഒരു പാർട്ടി എന്ന നിലയിൽ
രണ്ട് സമുദായങ്ങൾ ഒരു മുന്നണിക്കെതിരെ ഒരു പാർട്ടിക്കെതിരെ നിലയുറപ്പിക്കുമ്പോൾ ഒരിക്കലും UDF പോലെ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് ഒരിക്കലും അതിനോട് എന്താണ് പറയുക ഒരു നിഷേധ സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെന്നിത്തലയും വേണുഗോപാലും അടൂർ പ്രകാശും ഒക്കെ നിലപാട് കുറച്ച് മയപ്പെടുത്തുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ ഡിഫിയൻ്റായിട്ട് നിൽക്കുകയാണ് UDFനെതിരെ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി അവർക്ക് പ്രശ്നം തന്നെയാണ്. അതിനെ കാരണം വെച്ചാൽ ഇത് LDFൻ്റെ ആവശ്യമാണ്, BJPയുടെയും ആവശ്യമാണ്. NSS SNDP ഐക്യം എന്നുള്ളത് ഇപ്പോൾ BJPയുടെ ആവശ്യമാണ്. കാരണം ആ ഐക്യം കൊണ്ട് ഗുണം ലഭിക്കുന്ന ഒരു പാർട്ടി BJP ആണ്. ഇപ്പോൾ LDFന് CPMന് ഇത് ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല പ്രശ്നമാണ്. ശബരിമലയിൽ പാർട്ടി നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ഇതിൽ വലിയ തോതിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. CPM അത് സമ്മതിച്ചിട്ടില്ലെങ്കിലും ശബരിമല വിഷയം LDFനെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം തന്നെയാണ് ശബരിമല വിഷയം മറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് നിർത്തുക. അവർ ഒരുമിച്ച് നിന്നാൽ മതി. ഐക്യമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് LDFന് അനുകൂലമാണ്. കാരണം ശബരിമല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അയ്യപ്പ സംഗമത്തിൽ NSS സർക്കാരിനോടൊപ്പമായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിലെവിടെയും സർക്കാരിനെ കുറ്റപ്പെടുത്തിയൊരു വാക്കുപോലും സുകുമാരൻ നായർ പറയുന്നില്ല. വെള്ളാപ്പള്ളി അല്ലിയിൽ തന്നെ പിണറായി വിജയൻ്റെ കാറിലാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ കൂടെയാണ് ഈ സമുദായങ്ങൾ, ഈ രണ്ട് സമുദായങ്ങൾ, ഹിന്ദു സമുദായ സംഘടനകൾ LDFനൊപ്പമാണെന്ന് തോന്നൽ, പ്രതീതി സൃഷ്ടിക്കാതെ കഴിയുക നല്ലൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. വാസവൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രാഷ്ട്രീയ നീക്കം തന്നെയാണ്. വാസവനാണ് അതിന് പിന്നിലെങ്കിലും അത് നല്ല രാഷ്ട്രീയ നീക്കമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ശബരിമല ആളുകൾ മറന്നു പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം ശബരിമല എന്ന് പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം കേരളത്തെ ആത്മീയമായി സ്പിരിച്വലായി സ്വാധീനിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ദേവാലയമാണ്. അതിൽ ഇപ്പോൾ സുകുമാരൻ നായർ എന്ത് നിലപാട് സ്വീകരിച്ചു, വെള്ളാപ്പള്ളി എന്ത് നിലപാട് സ്വീകരിച്ചു നോക്കിയിട്ടല്ല അയ്യപ്പ ഭക്തർ ശബരിമല വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കുക. അപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ശബരിമല മറന്നു കളയാൻ കഴിയും വിധം ഈ ഐക്യം മുന്നോട്ട് പോകണം. ഐക്യം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റേ മുദ്രാവാക്യം, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഇനി ഇതുവരെ നമ്മൾ കണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതിനേക്കാൾ രൂക്ഷമായ വർഗീയ പരാമർശങ്ങളും വർഗീയ കാലുഷ്യങ്ങളും ഉണ്ടാവണം. എന്നാലേ അത് മറന്നു പോകും. അത്രയും മോശം കാലാവസ്ഥയിലേക്ക് കേരളം പോകുമോ എന്നാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. യെസ്, അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.